അച്ഛാ ഡിപ്രഷൻ, അതാ വാക്ക് ഇംഗ്ലീഷിൽ. ഇന്നത് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം. ഡിപ്രഷൻ അഭിമാനമായിട്ടോ അതെ. പണ്ടൊക്കെ VIP രോഗം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പ്രഷർ, എനിക്ക് അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ VIP രോഗമായിരുന്നു. മുന്തിയവർക്കുള്ളൂ, പണക്കാരുടെ സൂക്കേട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പണക്കാരുടെ ഒരു രോഗമാണ് അത് ഡിപ്രഷൻ. നോക്കാൻ സാധിക്കും. ഏറെ പേരുടെ മുഖത്തു നിന്നും സന്തോഷം പോയി, മ്ലാനത. അതിന് കാരണം എന്ത്? യേശു കൂടെയില്ല. യേശു കൂടെയുണ്ട്. യേശുവിനെ കണ്ടുമുട്ടിയ ഒരാൾക്ക് എങ്ങനെ മ്ലാനനായിരിക്കാൻ പറ്റും? ഇന്ന് ഞാനൊരു പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കിയതിൻ്റെ പേര്, അച്ഛാ എനിക്ക് മ്ലാനത, വെറും 18 വയസ്സേ ഉള്ളൂ. എൻ്റെ പെണ്ണെ, നിൻ്റെ കൂടെ ഈശോ ഇല്ലേ? നീ മാമോദിസ സ്വീകരിച്ചല്ലേ കുർബാനയ്ക്കുള്ളത്? ഉണ്ടച്ചാ, എന്നാലും മ്ലാനത. എന്താ കാര്യം? പരീക്ഷയ്ക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ അക്കരയ്ക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുകയില്ല എന്നുള്ള മ്ലാനത. അപ്പം കിട്ടാത്തതിലുള്ള പരാതി വെച്ചുകൊണ്ട് സങ്കടം പെറുന്നു. അങ്ങനെയുള്ളവർക്ക് ഈശോ ഇല്ല എന്ന് ഞാൻ പറയും. എന്താണ് പൗലോസ് പറഞ്ഞത്? സദാ സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഹല്ലേലൂയ. എപ്പോഴ്? രോഗം മാറുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ല, ജോലി കിട്ടുമ്പോഴല്ല, മകളും അയർലൻഡിനോ യൂറോപ്പിനോ പോകുമ്പോഴല്ല സന്തോഷം. എൻ്റെ വേദനയിലും സങ്കടത്തിലും ഇല്ലായ്മയിലും കൂടി എൻ്റെ ഈശോയെ ഞാൻ കണ്ടെത്തുന്നു. അതിലേക്ക് വരുന്ന ഈശോ രോഗിയാണോ? ഇതാ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. നീ കുരുടനാണോ, അന്ധനാണോ, നടക്കാൻ വരികയോ, തേടി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ ഒന്ന് കണ്ടുമുട്ടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് ഏത് വേദനയിലാണ് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഓരോ ഞരമ്പിനും ഓരോ മജ്ഞയ്ക്കും വേദന. നേഴ്സുമാർ, അവൾ നേഴ്സായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഷാർജയിൽ നിന്ന് വന്ന പെൺകുട്ടി അല്ലേ? എങ്കിൽ അറിയാം ന്യൂറോപ്പതിക് പെയിൻ, അതായത് ഞരമ്പിൻ്റെ വേദന എന്താണെന്ന്. കുത്തിപ്പറിക്കുന്ന വേദനയാണ്, മരുന്നൊന്നുമില്ല. 14 വർഷമായി ഈ രോഗം വന്നിട്ട് എന്നോർക്കണം. കിടക്കുമ്പോൾ, ലംബമായി കിടക്കുമ്പോൾ മാംസം പറഞ്ഞു പോകുന്ന വേദനയാണ്. ഉറക്ക ഗുളിക എടുത്താലേ ഉറങ്ങാൻ പറ്റൂ, പക്ഷേ ഞാൻ എടുക്കില്ല. അതുകൊണ്ട് ഉറക്കവുമില്ല. ഇനി മാത്രമല്ല, നിങ്ങൾക്കറിയാം, നിൽക്കാൻ മേല, എനിക്ക് നടക്കാൻ മേല. മാത്രമല്ല അത് നിങ്ങൾക്കറിയാം, എൻ്റെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ട്, ചോര ഒഴുകും, വേദനയുണ്ട്. എന്നാലും നിങ്ങൾ എൻ്റെ മുഖത്ത് എപ്പോഴും മ്ലാനത കണ്ടിട്ടുണ്ടോ മക്കളെ? ഞാൻ സന്തോഷിക്കും, എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. ഈ വേദന നടുവിൽ ഞാൻ കർത്താവിനെ കാണുന്നു. കാരണം എന്നിലേക്ക് സ്നേഹമായി എഴുന്നള്ളി വരുന്ന കർത്താവിനെ ഞാൻ കാണുന്നു. ആ കർത്താവാണ് എൻ്റെ ബലം. ഇതൊക്കെ കരിസ്ഭവനിൽ വന്നും കരിസ്മാറ്റിക് പ്രാർത്ഥന, കർത്താവിൻ്റെ ആശയം, കർത്താവിൻ്റെ ബലം, കർത്താവ് എന്തെല്ലാം പാട്ടൊക്കെ മാട്ട് പാടുന്നത് ആ സിബിയുടെ കൂടെ ചേർന്നുകൊണ്ട്. പാടിയിട്ടൊന്നും കാര്യമില്ല, ആ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അനുഭവിക്കണം. ഇതിനതീതമായിട്ട് എൻ്റെ കൂടെ നടക്കുന്ന എമ്മാനുവേൽ, ദൈവത്തിൻ്റെ പേരതാ, ഈശോയുടെ പേര് എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഇതാ കൂടെ വസിക്കുന്ന ഒരു ദൈവം, ഇത് എനിക്ക് അനുഭവവേദ്യം ആക്കണം. ഏത് സന്ദർഭത്തിലും ഏത് സങ്കടങ്ങളിലും എന്നെ കാക്കുന്ന, എന്നെ സഹിക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരു തമ്പുരാൻ. അപ്പോൾ ഈ വേദനയെല്ലാം മറികടന്നുകൊണ്ട് ഇതിനതീതമായി കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവിൽ ശക്തി സംഭരിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ഈ ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 6 മാസത്തിനിടെ 19 രാജ്യങ്ങളിൽ പോയി. 19 രാജ്യങ്ങളിൽ പോകണമെങ്കിൽ 4 തവണ പ്ലെയിനിൽ പോകണം. ഒരിടത്ത് പോകാൻ, ഒരു രാജ്യത്ത് പോകാൻ 2 ഫ്ലൈറ്റ് കയറിയാണ് അങ്ങോട്ട് പോകുന്നത്, 2 ഫ്ലൈറ്റ് തിരിച്ചു വരുന്നു. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും, ഒരു മനുഷ്യൻ 80ഓടടുത്ത മനുഷ്യൻ അടുത്ത വർഷം ഞാൻ 80 ആകുകയാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം വെച്ചുകൊണ്ട് പോകുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഞാൻ ഈശോയെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ആ കണ്ടുമുട്ടിയത് കൊണ്ട്, ആ കണ്ടുമുട്ടി ഈശോയെ മറ്റുള്ളവർക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന പോലെ തരാനുള്ള തീഷ്ണത കൊണ്ടാണ് പോകുന്നത്. അത് വേറൊരു സന്തോഷവും ഇല്ല, വേറൊരു സന്തോഷവും അതിലില്ല. ഈശോയെ കൊടുക്കുന്നതിൽ ഉള്ള ആ സന്തോഷം. ആരെങ്കിലും ഒരാളെങ്കിലും തൻ്റെ വേദനയിൽ, സങ്കടത്തിൽ, തൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ കണ്ടുമുട്ടി യേശുവെ സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് അവനിലേക്ക് മനസ്സ് തിരിഞ്ഞു വരിക. പല ക്രൈസ്തവരും, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കർ, ഈ ചരിത്രം ആഘോഷിക്കലാണ് നടത്തുന്നത്. ഇപ്പോൾ കൂടും, അവിടെ എല്ലാം പശുവിനെ, ആടിനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നു, അവിടെ തോരണം വെച്ച് കെട്ടുന്നു, അല്ലെങ്കിൽ നക്ഷത്രം തൂക്കുന്നു. ഇതെല്ലാം ചരിത്രാഘോഷങ്ങൾ ആണ്. നമുക്കിതുവരെ ആ ചരിത്രത്തിൻ്റെ അതിര് കടന്ന് ചരിത്രാതീതനായി ഇന്നും എന്നിലേക്ക് വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നില്ല എന്ന്. അതിന് കാരണമെന്ത്? ഈ മതത്തിൻ്റെ ചട്ടക്കൂട്ട്.
നമ്മളും ഇതര മതങ്ങളെപ്പോലെ മതത്തിൻ്റെ ചട്ടക്കൂട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും കർത്താവിനെ കാണുന്നില്ല, കർത്താവിനെ സ്വീകരിക്കുന്നില്ല. നമുക്ക് ഇന്ദ്രിയ ഗ്രഹണത്തിൽ പെടാത്തത്, ആ ഇന്ദ്രിയത്തിന് അതീതമായിട്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഹൃദയമുയർത്തുമ്പോൾ മാത്രം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ. ഹല്ലേലൂയ. ഇവിടെയാണ് ഈശോ പിറക്കുന്നത്. പുൽക്കൂട്ട്, അതെ, കണ്ണും മണ്ണും തടിയും കൊണ്ടുണ്ടാക്കുന്ന പുൽക്കൂട്ടിലല്ല ഈശോ പിറക്കുന്നത്. അത് നമുക്കറിയാം. മഹാത്മജി തന്നെ, നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ പോലെ 10,000 പുൽക്കൂടുകളിൽ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ഉണ്ണീശോയെ വെച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറന്നില്ല എങ്കിൽ ക്രിസ്മസ് ഇല്ല എന്ന്. ഹിന്ദുവായിരുന്ന അദ്ദേഹം ക്രിസ്ത്യാനികളെ നോക്കി പറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും അപ്രകാരം, അതെ, കുറേ ആഘോഷങ്ങളും കുറേ കർമ്മങ്ങളും പ്രക്രിയകളും ലൗകിക രീതിയിൽ ചെയ്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പലപ്പോഴും അത് കള്ളു കുടിക്കണ്ടെന്ന് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇറച്ചി തിന്നണ്ടെന്ന് വെക്കുന്നത്. ഇതൊക്കെ ആ മതത്തിൻ്റെ ഭാഗങ്ങൾ ആണ്. വാസ്തവത്തിൽ ഈ 25 ദിവസങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും അതെ നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുന്ന അതെ ആയിരിക്കണം. ഈശോ വന്നെന്തിനാണ്? നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കുവാനായിട്ട്.